ജീവനും ജീവിതവും എന്ന നമ്മളുടെ ഈ വചന പഠന പ്രോഗ്രാമിന്റെ 210ാമത്തെ സെഷനാണ് ഇന്ന് നടക്കുന്നത്. ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ചില ക്ലാസ്സുകളിലൂടെ 10 കൽപ്പനകളാണ് നമ്മൾ പഠിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഈ കൽപ്പനകൾ പഠിക്കുമ്പോൾ നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് ദൈവത്തിന്റെ കൽപ്പനകൾ ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ വെളിപ്പാടുകളാണ് എന്ന സത്യം നമ്മൾ പഠിക്കുകയാണ്. ദൈവ സ്വഭാവം എന്താണോ അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതിൽ രണ്ടാമതായിട്ട് കൽപ്പനകൾ വിലക്കുകളായി പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ സ്വതവേ പാപസ്വഭാവം ആയതുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. പാപസ്വഭാവം മാറിയാൽ വിലക്കുകളുടെ ആവശ്യമില്ലല്ലോ. എന്ത് ചെയ്യരുത് എന്ന വിലക്കുകളെക്കാൾ എന്ത് ചെയ്യണം എന്ന ക്രിയാത്മക ആഹ്വാനങ്ങളാണ് ദൈവകൽപ്പനകളുടെ യഥാർത്ഥ വശം എന്ന് നമുക്കിത് പഠിച്ചു വരുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കുവിൻ. ദൈവത്തെ സ്നേഹിക്കുക, അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്ന ക്രിയാത്മക കൽപ്പനകളിൽ സകല നിഷേധാത്മക കൽപ്പനകളും അടങ്ങിയിരിക്കുന്നു. ഇത് കർത്താവിന്റെ പ്രസ്താവനയിൽ നമുക്ക് വളരെ വ്യക്തമാകുന്ന കാര്യങ്ങളാണ്. എല്ലാ കൽപ്പനകളിലുമുള്ള ഈ ക്രിയാത്മക സന്ദേശം തിരിച്ചറിയാനാണ് വാസ്തവത്തിൽ നമ്മൾ ഈ പഠനങ്ങളിലൂടെ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കിതിന്റെ ഫലമായിട്ട് ലഭിക്കേണ്ടത്, ഈ പഠനത്തിന്റെ ഫലമായി നമുക്ക് ലഭിക്കേണ്ടത്. ഇന്ന് ആ നിലയിലെ 10ാം കൽപ്പനയും ദൈവ സ്വഭാവത്തിന്റെ ഒരു വെളിപ്പാടായി നമുക്ക് പരിചയപ്പെടാം. ദൈവത്തിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ഈ വിഷയം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ട് ഇന്നെത്തിയിരിക്കുന്നത് ബഹുമാന്യ ജോസഫ് പനച്ചി ബ്രദറാണ്. പ്രിയ സഹോദരനെ വിഷയാവതരണത്തിനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ 10 കൽപ്പനകളെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ അവസാന സെഷനാണ് 10ാമത്തെ കൽപ്പനയെ പറ്റിയുള്ള നമ്മുടെ പഠനം. ഈ സമയത്ത് ഈ 10ാം കൽപ്പനയെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു 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 ചരിത്രം, നമ്മുടെ കല്ലടിക്കോട് ഉള്ള നമ്മുടെ ജോസഫേട്ടൻ, അതായത് നമ്മുടെ കുഞ്ഞേട്ടൻ എന്ന് വിളിക്കുന്ന ജോസഫേട്ടൻ രക്ഷയിലേക്ക് കടന്നു വന്ന, സുവിശേഷത്തിലേക്ക് കടന്നു വന്ന ആ ചരിത്രം ഒരിക്കൽ എന്നോട് പറഞ്ഞ അതാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അത് അനേക വർഷങ്ങൾക്ക് മുമ്പാണ്. കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലെ ഒരു ഭാഗമായിട്ട് ജോസഫേട്ടൻ ധ്യാനത്തിനൊക്കെ പോയ ഒരു കാലമാണ്. അങ്ങനെ ധ്യാനം കഴിഞ്ഞ് വന്ന് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളായ, നമുക്കും ചിലർക്കൊക്കെ പരിചയമുള്ള നമ്മുടെ ബാർക്കി ചേട്ടനും അതുപോലെ അലക്സും ഒക്കെ ആയിട്ട് വീടിനടുത്തുള്ള ഒരു പാറപ്പുറത്ത് ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഈ അലക്സ് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പത്രക്കടലാസ് എടുത്ത് ജോസഫേട്ടനോട് നേരെ നീട്ടി. ആ പത്രക്കടലാസ് നിങ്ങൾ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും, പഴയ കാലത്ത് ക്രൈം മാസിക എന്ന് പറഞ്ഞൊരു മാസിക കുറെ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലുള്ളൊരു മാസികയായിരുന്നു. എനിക്ക് തോന്നുന്നു നന്ദകുമാർ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അതിന്റെ എഡിറ്റർ. ഇങ്ങനെ സമൂഹത്തിലെ വിവാദ വിഷയങ്ങളും അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ സെൻസേഷണലായ വിഷയങ്ങളൊക്കെ എഴുതി ഒരുപാട് റീഡർഷിപ്പ് ഉള്ള ഒരു മാസികയായിരുന്നു ക്രൈം. അപ്പൊ ക്രൈമിൽ വന്ന ഒരു ആർട്ടിക്കിളിന്റെ ഒരു പേപ്പറാണ് ജോസഫേട്ടനെ കാണിച്ചത്. അതിൽ എഴുതിയിരിക്കുന്ന ഇതാണ്, അതിന്റെ ഹെഡിങ് പരിശുദ്ധമായ തട്ടിപ്പ് എന്നാണ് എഴുതിയേക്കുന്നത്. അതായത് അതിനകത്തെ വിഷയം ഈ കത്തോലിക്ക സഭയുടെ 10 കൽപ്പനകളും ബൈബിളിലെ 10 കൽപ്പനകളും തമ്മിലുള്ള ഒരു താരതമ്യം 2 കോളങ്ങളിലായിട്ട് എഴുതിയേക്കാണ്. എന്നിട്ട് 1ാം കൽപ്പന, 2ാം കൽപ്പന, 3ാം കൽപ്പന എന്നിങ്ങനെയുള്ള 10 കൽപ്പനകള് ബൈബിളിലെ എഴുതി. എന്നിട്ട് അപ്പുറത്തെ കോളത്തില് 1ാം കൽപ്പന കഴിഞ്ഞ് 2ാം കൽപ്പനയുടെ കോളം ബ്ലാങ്ക് ആയിട്ടിട്ടു. എന്നിട്ട് 3ാം കൽപ്പന, 4ാം കൽപ്പന, 5ാം കൽപ്പന എന്ന് എഴുതി പോയി. എന്നിട്ട് എഴുതിയത് 2ാം കൽപ്പന അവിടെ മിസ് ചെയ്യുന്നു. ഇത് പരിശുദ്ധമായ ഒരു തട്ടിപ്പാണ്. ബൈബിളില് 10 കൽപ്പനകളല്ലേ 2ാം കൽപ്പന അവര് മുക്കിക്കളഞ്ഞു എന്നാണ് ഈ വാർത്തയുടെ പൊരുൾ. അപ്പൊ 10 ആക്കണമല്ലോ. അപ്പൊ 10 ആക്കാൻ വേണ്ടി ചെയ്ത കാര്യം എന്താ? 10ാമത്തെ കൽപ്പനയെ 2 ആക്കിയിട്ട് അത് 9ഉം 10ഉം കൽപ്പനകളായിട്ട് അവതരിപ്പിച്ചു. അപ്പൊ കുഞ്ഞേട്ടൻ അതേപറ്റി പറഞ്ഞത്, ചേടാ അതൊരു വലിയ ഒരു അബദ്ധമാണല്ലോ.
അപ്പൊ ഇതൊന്ന് പരിശോധിക്കണമല്ലോ എന്നോർത്ത് പുറപ്പാട് പുസ്തകം എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ 2-ാം കൽപ്പന ഉണ്ട് അവിടെ, ഒരു വിഗ്രഹം ഉണ്ടാക്കുക എന്നുള്ള കൽപ്പന. എന്നിട്ട് 10-ാം കൽപ്പനയിലേക്ക് വന്നപ്പോൾ അത് ഒരു കൽപ്പനയാണ്. അത് എണ്ണം തയ്ക്കാൻ വേണ്ടി 9ഉം 10ഉമായിട്ട് 9 നിന്റെ അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, 10 അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്നാക്കി. അപ്പൊ ഈ വായനയാണ് പിന്നെ ബൈബിളിലേക്ക് വരാനും ഈ ബൈബിളിലെ സത്യങ്ങളിൽ നിന്ന് നമ്മൾ എത്രത്തോളം വ്യതിചലിച്ചു പോയിട്ടുണ്ടെന്നൊക്കെ ചിന്തിക്കാനായിട്ട് കുഞ്ഞേട്ടനെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിരുന്ന ആളുകളെയും പ്രേരിപ്പിച്ചത്. അങ്ങനെയാണ് സുവിശേഷം കേൾക്കാനും പിന്നീട് സഹോദരന്മാരൊക്കെ വന്ന് ഈ വാർത്തകളൊക്കെ കേട്ട് രക്ഷിക്കപ്പെടാൻ ഇടയായിരുന്നു. അപ്പൊ ഈ 10-ാം കൽപ്പനയെ ഇങ്ങനെ 2ആക്കിയത് അതൊരു പരിശുദ്ധമായ തട്ടിപ്പിന്റെ ഭാഗമായിട്ട് ചെയ്തതാണെങ്കിലും 10-ാം കൽപ്പനയെ നമുക്ക് ഒരു കൽപ്പനയായിട്ടാണ് ദൈവവചനത്തില് നമുക്ക് നൽകിയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത്, കൂട്ടുകാരന്റെ ഭാര്യയെയും അവന്റെ ദാസനെയും ദാസിയെയും അവന്റെ കാളയെയും കഴുതയെയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. അതാണ് 10-ാമത്തെ കൽപ്പന. അതുപോലെ ആവർത്തന പുസ്തകത്തിൽ അത് പറഞ്ഞപ്പോൾ അതിന്റെ ഓർഡർ അല്പം വ്യത്യസ്തമാക്കിയാ പറഞ്ഞിരിക്കുന്നത്. ആവർത്തന പുസ്തകത്തിൽ മോശ എഴുതി 10-ാം കൽപ്പന ഇതാണ്: കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത്, കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിക്കരുത്, കൂട്ടുകാരന്റെ ഭവനത്തെയും നിലത്തെയും അവന്റെ വേലക്കാരനെയും വേലക്കാരത്തെയും അവന്റെ കാളയെയും കഴുതയെയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. അപ്പൊ ഇതിന്റെ വിവക്ഷ എന്താണ്? ഇതിന്റെ വിവക്ഷ മോഹിക്കരുത് എന്ന കൽപ്പനയാണ്. മോഹിക്കരുത്. അതായത് 10-ാം കൽപ്പന നമ്മോട് പറയുന്നത് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് യാതൊന്നും നമ്മൾ മോഹിക്കരുത് എന്നാണ്. അത് അവന്റെ ഭവനമാകട്ടെ, വസ്തുവകളാകട്ടെ, ഭാര്യയാകട്ടെ, ദാസന്മാരും ദാസികളുമാകട്ടെ, കാളയാകട്ടെ, കഴുതയാകട്ടെ, കൂട്ടുകാരന് അവകാശപ്പെട്ടത് എന്റെ മോഹത്തിന്റെ വിഷയം അല്ല. അതാണ് 10-ാമത്തെ കൽപ്പന, മോഹിക്കരുത് എന്ന കൽപ്പന. അപ്പൊ ഈ കൽപ്പനയെ പറ്റി നമ്മൾ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും മറ്റ് കൽപ്പനകളിൽ നിന്നും വ്യത്യസ്തമായി 10-ാം കൽപ്പന വിലക്കുന്നത് എന്തിനെയാണ്? 10-ാം കൽപ്പന വിലക്കുന്നത് ഈ മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത് എന്ന് പറയുന്ന കൽപ്പനകളിലുള്ളതുപോലെ മനുഷ്യന്റെ പ്രവൃത്തികളെ അല്ല, ആ പ്രവൃത്തികൾക്ക് കാരണമാകുന്ന ഹൃദയത്തിന്റെ ചിന്തയെയും അതിന്റെ ഭാവങ്ങളെയുമാണ് ഇവിടെ കർത്താവ് വിലക്കിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പല പ്രവൃത്തികൾ, തെറ്റായ പ്രവൃത്തികളിലേക്കും കാരണമാകുന്നത് ഹൃദയത്തിൽ ഉത്ഭവിക്കുന്ന ഈ തെറ്റായ മോഹമാണ്. അത് മറ്റുള്ളവർക്ക് ഒരുപക്ഷെ വെളിപ്പെട്ടോളണമെന്നില്ല. പ്രവൃത്തി ആളുകൾ കാണും, അതിന്റെ ഫലങ്ങളൊക്കെ കാണും, പക്ഷെ അത് തുടങ്ങുന്നത് ഹൃദയത്തിലാണ്. മോഹിക്കരുത്. മോഹം എല്ലാ പാപപ്രവൃത്തികളുടെയും ഉറവിടമാണ്. അതുകൊണ്ട് മറ്റ് കൽപ്പനകളെ അപേക്ഷിച്ച് പ്രത്യേകിച്ചും പ്രവൃത്തിപരമായിരിക്കുന്ന മനുഷ്യരോടുള്ള ഇടപെടലുകളുള്ള കൽപ്പനകളെ സംബന്ധിച്ച് ഈ പാപത്തിന്, ഈ വിലക്ക് അതീവ അടിസ്ഥാന പ്രാധാന്യമുള്ള ഒരു വിലക്കാണ്. ദൈവം നിഷേധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ കൽപ്പനയെ പറ്റി ഓർക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മോഹിക്കുക എന്നത് അതിൽ തന്നെ പാപമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ബുദ്ധമതക്കാര് പറയുന്ന അവരുടെ മോക്ഷമാർഗത്തിൽ, മുക്തി മാർഗത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്ക് നിഷ്കാമ കർമ്മ എന്നാണ്. പ്രവർത്തിക്കണം, പക്ഷെ യാതൊരു കാമവും വരരുത്, യാതൊരു മോഹവും, ഒരു ഡിസയറും, ഒരാഗ്രഹവും ഉണ്ടാകാതെ പ്രവർത്തിക്കുക. ആഗ്രഹങ്ങളാണ് പ്രശ്നങ്ങളുടെ എല്ലാം കാരണം. അതുകൊണ്ട് ആഗ്രഹം ഉണ്ടാകാതിരിക്കണം. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇതാണ് ബുദ്ധമതത്തിന്റെ ചിന്ത. ബൈബിളിൽ ആഗ്രഹത്തെ അങ്ങനെ അല്ല കണ്ടിരിക്കുന്നത്. ആഗ്രഹങ്ങൾ സത്യത്തില് നല്ലതാണെന്ന് മാത്രമല്ല, അത് അനിവാര്യവുമാണ്. അതായത് ആഗ്രഹം എന്ന് പറഞ്ഞാൽ മോഹം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ഈ മോഹിക്കരുത് എന്നുള്ളതിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഖമത് എന്ന ഒരു ഗ്രീക്ക് വാക്കാണ്. മോഹിക്കുക എന്ന ഹെബ്രായ ക്രിയാപദമാണ് ഖമത്. അതിന്റെ പുതിയ നിയമത്തിൽ വന്നാല് മോഹിക്കുക എന്നുള്ളതിന് എപ്പിഥൂമിയ എന്നൊരു ഗ്രീക്ക് വാക്കാണ് ഉപയോഗിക്കുന്നത്. മോഹിക്കുക, ആഗ്രഹിക്കുക, തീവ്രമായി അഭിലഷിക്കുക എന്നിങ്ങനെയുള്ള ആശയങ്ങളാണ് ഈ വാക്കിന് ഉള്ളത്, ഈ ക്രിയാപദത്തിനുള്ളത്. ശരിയായ അർത്ഥത്തിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഖമത് എന്നതിന്റെ
ഉം, ഉം, മോഹിക്കുക എന്നുള്ളതിന്റെ നാമരൂപം ഖം ഖാ- ഖാംദ ഖാമത എന്നൊരു നാമരൂപം. ഒരുപക്ഷെ നമ്മുടെ കാമം എന്നുള്ള സംസ്കൃത വാക്കും ഒരുപക്ഷെ ഈ ഇൻഡോ ആര്യൻ ഭാഷാ ഗുണത്തിൽ നിന്നും അതിന്റെ റൂട്ട് ചിലപ്പോൾ ഒന്നാകാനുള്ള സാധ്യതയുണ്ട്. ആ വാക്കിന് മോഹം, ആഗ്രഹം, അഭിലാഷം എന്നിങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വാക്കിന് നല്ല അർത്ഥത്തിലും ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഡിസയർ, ആഗ്രഹം എന്ന അർത്ഥത്തില്. ഉദാഹരണത്തിന് ഏദൻ തോട്ടം നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ഏദൻ തോട്ടത്തിലെ വൃക്ഷങ്ങളെ പറ്റി പറഞ്ഞ് കാണാൻ ഭംഗിയുള്ളതും എന്നുള്ളത് കാണാൻ ആഗ്രഹിക്കത്തക്കതെന്നാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ആഗ്രഹിക്കുക, നല്ല വൃക്ഷങ്ങളെ പറ്റിയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ വൃക്ഷങ്ങളൊക്കെ ആഗ്രഹിക്കാവുന്ന മനോഹരമായ ഒരു ആഗ്രഹിക്കത്തക്ക ഡിസയറബിൾ ആയിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവം സൃഷ്ടിച്ചത്. അതിൽ തന്നെ തെറ്റില്ല. മോഹം അതുകൊണ്ട് അതിൽ തന്നെ പാപമാണ് എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റൂല. സത്യത്തിൽ മനുഷ്യന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു ഗുണമാണ് മോഹിക്കേണ്ട കാര്യം മോഹിക്കുക എന്നുള്ളത്, അല്ലേ? മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, വേറൊരു വാക്കിൽ പറഞ്ഞാൽ മനുഷ്യന്റെ മോഹം വരുന്ന മനുഷ്യന്റെ നീഡ്സിൽ നിന്നല്ല. ഇപ്പൊ ഭക്ഷണം കഴിക്കാനുള്ള മോഹം, വെള്ളം കുടിക്കാനുള്ള മോഹം, മറ്റുള്ളവരുടെ സ്നേഹത്തിലുള്ളതായിരിക്കുന്ന മോഹം, അംഗീകാരത്തിനുള്ളതായിരിക്കുന്ന മോഹം, ആ ആഗ്രഹങ്ങളൊക്കെ തെറ്റായ ആഗ്രഹമാണ്. അതൊക്കെയല്ലേ നമ്മളെ മനുഷ്യരാക്കുന്നത്. ഈ മോഹങ്ങളൊന്നും ഇല്ലാതെയായ നമ്മൾ വെറും വസ്തുക്കളായി പോയില്ലേ? കല്ലും മരവും പോലതായിരിക്കുന്ന വസ്തുക്കളായിട്ട് നമ്മൾ തീരില്ലേ? മോഹങ്ങൾ, നമ്മുടെ ശരിയായ ആഗ്രഹങ്ങളും അതിന്റെ പൂർത്തീകരണവുമാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ അറിഞ്ഞുകൂടാ, ഒരു മനഃശാസ്ത്രജ്ഞനായിരുന്ന ഏബ്രഹാം മാസ്ലോവിന്റെ നീഡ് പിരമിഡ് എന്ന ഒരു ആശയം കേട്ടിട്ടുണ്ടാവും. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ, അതിൽ ശാരീരിക ആവശ്യങ്ങളുണ്ട്, ഫിസിക്കൽ നീഡ്സ് ഉണ്ട്, സേഫ്റ്റി നീഡ്സ് ഉണ്ട്, സുരക്ഷിതത്വത്തിനുള്ള ആവശ്യങ്ങളുണ്ട്, സാമൂഹ്യ ആവശ്യങ്ങളുണ്ട്, സോഷ്യൽ നീഡ്സ് ഉണ്ട്, സ്നേഹിക്കുക, കരുതുക എന്നിങ്ങനെയുള്ള സാമൂഹ്യ ആവശ്യങ്ങളുണ്ട്, അംഗീകാരത്തിനും ബഹുമാനത്തിനും വേണ്ടിയുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നീഡ്സ് ഉണ്ട്, എസ്റ്റീം നീഡ്സ് എന്ന് പറയും. അതിലൊക്കെ ഉപരിയായിട്ട് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയും. നമ്മുടെ ഫുൾഫിൽമെന്റിന് വേണ്ടിയുള്ള, ജീവിതം സഫലമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം. ഇതൊരു പിരമിഡ് പോലെയാണ്. ഈ ആഗ്രഹങ്ങളും ഈ നീഡ്സും അതിന്റെ ശരിയായ സഫലീകരണവുമാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തെ അർത്ഥപൂർണവും സാർത്ഥകവുമാക്കി തീർക്കുന്നത്. അതുകൊണ്ട് ഈ ആഗ്രഹങ്ങൾ ഉണ്ടാകുക എന്നുള്ളതും അതിന്റെ ശരിയായിരിക്കുന്ന പൂർത്തീകരണത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതും അതിൽ തന്നെ തെറ്റായിരിക്കുന്ന കാര്യമല്ല, അത് ന്യായമായിരിക്കുന്ന കാര്യമാണ്. അതാണ് മനുഷ്യന്റെ ആഗ്രഹങ്ങളും നീഡ്സുമാണ് മനുഷ്യത്വത്തെ നിർവചിക്കുന്നത് തന്നെ. ഇപ്പൊ മൃഗത്തിന്റെ ആഗ്രഹങ്ങള് അതിന്റെ മൃഗത്തിന്റെ പരിധിയിലുള്ള ആഗ്രഹങ്ങളല്ലേ? നമ്മളെ മനുഷ്യരാക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളും അതിന്റെ ശരിയായിരിക്കുന്ന പൂർത്തീകരണങ്ങളുമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ മോഹം പാപമാകുന്ന എപ്പോഴാണ്? അത് ഈ മോഹങ്ങൾ തെറ്റായ കാര്യങ്ങളെ, നമ്മൾ ആഗ്രഹിക്കാത്തതിനെ ആഗ്രഹിക്കുകയും ആഗ്രഹിക്കാത്ത വഴികളിലൂടെ അതിനെ പൂർത്തീകരിക്കാനായിട്ട് സഫലീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് അത് പാപമായി തീരുന്നത്. അതാണ് ദൈവം 10ാം കൽപ്പനയിലൂടെ നമുക്ക് നിഷേധിച്ചിരിക്കുന്നത്, നമുക്ക് വിലക്കിയിരിക്കുന്നത്. അത് നമ്മുടെ നന്മയല്ല, അത് നമ്മുടെ നാശമാണ് എന്ന മുന്നറിയിപ്പ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. മലയാളത്തിലാണെങ്കിൽ അതിന് മോഹം എന്നതിന് ഒരു പ്രിഫിക്സ് ചേർത്ത് നമ്മൾ അതിനെ ദുർമോഹം എന്ന് പറയും. ദുർമോഹം, മോഹമുണ്ട്, അത് ഒരു ജനറലാണ്. ദുർമോഹം എന്നത് അതിർ ലംഘിക്കുന്ന മോഹങ്ങൾ ആണ്. അരുതാത്തതിനെ മോഹിക്കുന്നതിനാണ് നമ്മൾ ദുർമോഹം എന്ന് പറയുന്നത്. ഇപ്പൊ ദുർമോഹം എന്നൊരു നാമപദം ഉണ്ടെങ്കിലും മലയാളത്തിൽ നമുക്ക് ദുർമോഹിക്കുക ഒരു ക്രിയാപദം ഇല്ലല്ലോ. മോഹിക്കുക എന്നുള്ള ക്രിയാപദത്തില് എല്ലാ മോഹങ്ങളെയും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത് എന്ന് പറഞ്ഞാൽ അവനവന്റെ ഭവനത്തെ മോഹിക്കരുത് എന്നുള്ളതല്ലോ കൽപ്പന. സ്വന്തം വീടുണ്ടാക്കണമെന്നോ ഒരു നല്ല വീട് പണിയണമെന്നുള്ള മോഹത്തെ അല്ല ഇവിടെ നിഷേധിച്ചിരിക്കുന്നത്. മറ്റൊരുത്തന്റെ വീട് നമ്മുടെ മോഹ വിഷയമാകേണ്ട കാര്യമില്ല. കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിക്കരുത്, സ്വന്തം ഭാര്യയെ മോഹിക്കരുതെന്നോ ആക്കരുതെന്നോ അവളോട് തീവ്രമായിരിക്കുന്ന അഭിലാഷങ്ങൾ ഉണ്ടാകരുതെന്നല്ല വിലക്കിയിരിക്കുന്നത്. മറ്റൊരുത്തന്റെ ഭാര്യയുടെ നേരെ ഈ വികാരം, ഈ ഭാവം നമുക്ക് വരാൻ മേല. അവന്റെ ദാസനും ദാസിയെയും കാളയെയും കഴുതയെയും അവന് കൂട്ടുകാരനുള്ള യാതൊന്നിനെയും നമ്മുടെ മോഹത്തിന്റെ വിഷയത്തിലേക്ക് വരാൻ പറ്റില്ല. ആദ്യത്തെ പാപം തന്നെ നമ്മൾ നോക്കിയാൽ അറിയാം, സത്യത്തിൽ അതൊരു വഴിതെറ്റിയ മോഹത്തിൽ നിന്ന് വന്ന പാപമല്ലേ?
കാണുവാൻ നല്ല എല്ലാ വൃക്ഷങ്ങളും അവർക്ക് മോഹിക്കാമായിരുന്നു. കാരണം ഒക്കെയും എല്ലാ വൃക്ഷങ്ങളും ഡിസയറബിൾ ആയിരുന്നു, മോഹിക്കത്തക്കതായിരുന്നു, ആഗ്രഹിക്കത്തക്കതായിരുന്നു. അതിന്റെ പഴങ്ങളൊക്കെ തിന്നാവുന്നതായിരുന്നു. അതിനോടുള്ള ആ അഭിനിവേശവും താല്പര്യവും ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ നൽകിയിരുന്നു. എന്നാൽ ദൈവം പറഞ്ഞു, തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം അത് നീ മോഹിക്കരുത്, അത് നിനക്ക് വെച്ചിരിക്കുന്നതല്ല എന്നുള്ള വിലക്കായിരുന്നു. അവിടെയാണ് പിശാചിന്റെ പ്രലോഭനം. അവയെ അത് കാണിച്ചിട്ട് പറയുകയാണ്, അവളുടെ ചിന്താമണ്ഡലത്തിൽ ഒരു മാറ്റം വരുത്തി. ഇതിനെ മോഹിക്കാം, ഇത് മോഹിക്കത്തക്കതാണെന്ന് അവളോട് പറഞ്ഞു. അവളുടെ ആ കാഴ്ചപ്പാട് മാറ്റിയപ്പോൾ അവൾ അതിനെ മോഹിച്ചു. അത് ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്നുള്ള വാക്ക് ഉപയോഗിച്ചുണ്ടോ? അവൾക്ക് മോഹം വരികയാണ്. കമതെന്ന വാക്ക്. അതിനെ മോഹിച്ച് അവൾ പറിച്ചു, തിന്നു, ഭർത്താവിനും കൊടുത്തു. തൽഫലമായിട്ട് അവര് മരിച്ചു. ഒരർത്ഥത്തില് ഈ ഈ മോഹമാണ്, ദുർമോഹമാണ് പാപകരമായ എല്ലാ പ്രവൃത്തികളുടെയും ഉറവിടം. ഈ ആദ്യ പാപം എല്ലാ പാപങ്ങളുടെയും ഒരു മദർ സിൻ ആയിരിക്കുന്നത് പോലെ തന്നെ മോഹപാപം മറ്റെല്ലാ പാപങ്ങളുടെയും ഒരു ഉറവിടം, അതിന്റെ ഒരു ഉത്ഭവസ്ഥാനമായിട്ടാണ് ഇരിക്കുന്നത്. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ സത്യം യാക്കോബ് പറയുന്നുണ്ട് കൃത്യമായിട്ടും. 1-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുമ്പോഴാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. പാപത്തിന്റെ ഉത്ഭവം പറയുകയാണ്. എവിടെയാണ് തുടങ്ങുന്നത്? മോഹം. അവയുടെ പാപം മോഹത്തിൽ തുടങ്ങി. പിന്നെ അവർ കൈനീട്ടി പറിച്ചു തിന്നു. അനുസരണക്കേട്, മത്സരത്തിന്റെ പ്രവൃത്തിയിലേക്ക് അത് വന്നു. പിന്നെ അതിന്റെ പരിണിത ഫലമായിരിക്കുന്ന മരണം ലോകത്തിലേക്ക് കടന്നു വന്നതുപോലെ എല്ലാ പാപങ്ങളും വരുന്നത് ഹൃദയത്തിൽ ഉളവാകുന്ന ദുർമോഹങ്ങളിൽ നിന്നാണ്. അത് കൊലപാതകം, കൊല്ലരുത് എന്നുള്ള പാപം എവിടെയാ തുടങ്ങുന്നേ? ഹൃദയത്തിലെ ദുർമോഹമല്ലേ. മോഷണം എവിടെയാ തുടങ്ങുന്നേ? ഹൃദയത്തിലെ ദ്രവ്യാഗ്രഹമല്ലേ. വ്യഭിചാരം എവിടെയാ തുടങ്ങുന്നേ? ഹൃദയത്തിലെ വഴിവിട്ട മോഹങ്ങളല്ലേ. കള്ളത്തരം പറയൽ, നുണ പറയൽ എവിടെയാ എന്തിനായി നുണ പറയുന്നേ? വഴിവിട്ട മോഹങ്ങളിൽ നിന്നാണ്, ഹൃദയത്തിലെ തെറ്റായ ആഗ്രഹങ്ങളിൽ നിന്നും അഭിനിവേശങ്ങളിൽ നിന്നുമാണ്, ഈ ഭോഗ താല്പര്യങ്ങളിൽ നിന്നാണ് ഈ പാപങ്ങളുടെ ഒക്കെ ഉത്ഭവം. യാക്കോബ് മറ്റൊരു വാക്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? ഭോഗേച്ഛകൾ, വിഷയ ആസക്തികൾ. ഈഡോൺ എന്നുള്ള വാക്ക്, ഹെഡോണിസോ എന്നുള്ള വാക്കൊക്കെ അതിലാ വരുന്നേ. വിഷയമോഹങ്ങൾ. നിങ്ങൾ മോഹിച്ചിട്ടും പക്ഷെ പ്രാപിക്കുന്നില്ല. നിങ്ങൾ അതിന്റെ ഫലമായി കൊല്ലുകയും അസൂയപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും സാധിക്കുന്നില്ല. കലഹിക്കുന്നു, ശണ്ടയിടുന്നു. ഇതൊക്കെ മോഹത്തിന്റെ ഫലമാണ്. നിങ്ങൾക്ക് എന്നിട്ടും കിട്ടുന്നില്ല. യാചിക്കായകൊണ്ട് കിട്ടുന്നില്ല. കർത്താവ് തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 7:20-23 വാക്യങ്ങളിൽ, മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അകത്തു നിന്ന്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നതാകുന്നു. ഇതിന്റെ ഒക്കെ ഉത്ഭവം, ഇതൊക്കെ പ്രവൃത്തികളിൽ വെളിപ്പെടും, പ്രകടനങ്ങളിലൊക്കെ പുറത്ത് വെളിപ്പെടും. പക്ഷെ ഇതിന്റെ തുടക്കം എവിടെയാ? ഹൃദയത്തിലെ വഴിവിട്ട മോഹങ്ങൾ, ദുഷ്ട താല്പര്യങ്ങളിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. അവിടെ ഉത്ഭവിച്ച് ഇത് വളർന്ന് ഇത് പാപമായിട്ട് പുറത്തേക്ക് വരികയാണ്. അതിന്റെ ഫലമായിട്ട് മനുഷ്യൻ നാശത്തിലേക്കും മരണത്തിലേക്കും പോകുന്നു. മറ്റു പാപങ്ങളൊക്കെ ഒരുപക്ഷെ പുറമെ കാണുന്നതാകൊണ്ട് നമുക്കതിനെ തടയിടാനായിട്ട്, വേലിക്കെട്ടുകളൊക്കെ തീർക്കാനായിട്ട് ഒരളവോളം കഴിയുമായിരിക്കും. പക്ഷെ മോഹഭാവം മനുഷ്യരറിയില്ല. പുറമെ വേണമെങ്കിൽ എല്ലാം ശരിയായിട്ടും തോന്നാം, പക്ഷെ അവന്റെ ഉള്ളം ഏറ്റവും കാപട്യവും വഞ്ചനയും നിറഞ്ഞതായി തീരാൻ കഴിയും. അതുകൊണ്ടാണ് ഈ പാപം മറ്റു പാപങ്ങളുടെ ഈറ്റില്ലമാണ്, മറ്റു പാപങ്ങളുടെ ഉത്ഭവ വിഷവിത്താണ് എന്നും മനസ്സിലാക്കി, ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി അതിൽ നിന്നും സൂക്ഷിച്ച് ഒഴിഞ്ഞിരിക്കേണ്ടത്.
മോഹപാപത്തിന്റെ ചില ഈ ദുർമോഹത്തിന്റെ ചില പ്രത്യേക പ്രകടനങ്ങളെ കൂടി നമുക്ക് ചിന്തിക്കാം. ഒന്ന്, ധനമോഹം. അത് ഈ കൽപ്പനയിൽ തന്നെ ഉണ്ടല്ലോ. കൂട്ടുകാരന്റെ ഭവനത്തെ, അവന്റെ നിലത്തെ, അവന്റെ വേലക്കാരനെ, അവന്റെ വേലക്കാരത്തിയെ, അവന്റെ കാളയെയും കഴുതയെയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. ധനമോഹം, സമ്പത്തിന് വേണ്ടിയുള്ള ആഗ്രഹം, മറ്റൊരുത്തന്റെ സമ്പത്ത് എനിക്ക് അവകാശപ്പെടാതെ മറ്റൊരുത്തന്റെ അധികാരത്തിൽ അവകാശത്തിൽ ഇരിക്കുന്നത് എനിക്ക് സ്വന്തമാക്കണമെന്ന വഴിവിട്ട മോഹമാണ് അത്യാഗ്രഹം എന്ന് പറയുന്നത്, ഈ ധനമോഹം എന്ന് പറയുന്നത്. അതിനുള്ള അത്യാർത്തിയെ ഇംഗ്ലീഷിലാണെങ്കിൽ ഗ്രീഡ് എന്നും അവരിസ് എന്നൊരു വാക്കുണ്ട്. അതിതീവ്രമായിരിക്കുന്ന ധനമോഹത്തിന് ഉപയോഗിച്ചിരുന്ന വാക്കാണ്. ഈ അന്യായമായിരിക്കുന്ന ധനമോഹത്തിൽ നിന്നല്ലേ ഒരുപാട് സമൂഹത്തിലെ തിന്മകളൊക്കെ ഉടലെടുക്കുന്ന ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ മോഷണം, അത് ഈ ധനമോഹത്തിന്റെ ഒരു വകഭേദമല്ലേ. അത് പുറത്തു വരുമ്പോ മോഷണമായിട്ട് തീരും. മറ്റൊരുത്തിന്റെ കയ്യിൽ ഒരു നല്ല സാധനം ഇരിക്കുന്ന കണ്ടാൽ, ഒരു കാറോ വസ്തുക്കളോ പണമോ സ്വർണമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എനിക്ക് സ്വന്തമാക്കണം, അതിനെ മോഹിച്ചിട്ട് അതിനെ സ്വന്തമാക്കുക. കൈക്കൂലി ഈ ദുർമോഹത്തിന്റെ ഒരു വകഭേദമല്ലേ. അഴിമതി, വെട്ടിപ്പ്, തട്ടിപ്പ്, പൂഴ്ത്തിവെപ്പ്, സമൂഹത്തിലെ സാമൂഹ്യ തിന്മകളുടെ ആ നിരകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ധനമോഹത്തിന്റെ വിവിധ പ്രകടനങ്ങളാണ്. തിമോഥെയോസിന്റെ ലേഖനത്തില് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തി നമുക്കറിയാം. ദ്രവ്യാഗ്രഹം, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഫിലാർഗൂറിയ എന്നാണ്. ആർഗൂറിയ എന്ന് പറഞ്ഞ സിൽവറിനോടുള്ള സ്നേഹം എന്നാണ്. ധനത്തോടുള്ള സ്നേഹം അത് സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടഴുന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നു. വിശ്വാസ ജീവിതത്തിൽ നിന്ന് പോലും പിന്മാറിപ്പോയതിന്റെ പിന്മാറി പലരും പോകുന്നതിന്റെ ഒരു കാരണം ധനമോഹമാണ്. മോഹിച്ചിട്ടാണ് ആ തെറ്റ് ചെയ്ത്. ആഹാന്റെ പാപം കുപ്രസിദ്ധമാണല്ലോ. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 21 ആഹാൻ തന്നെ അത് പറയുന്ന ഒരു വാക്ക്, തന്റെ തെറ്റിനെ ഏറ്റു പറയുമ്പോൾ പറയുന്നൊരു പ്രസ്താവന, ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായൊരു ബാബിലോന്യ മേലങ്കിയും 200 ശേക്കെൽ വെള്ളിയും 50 ശേക്കെൽ തൂക്കവുമുള്ള ഒരു പൊൻകട്ടിയും കണ്ട് മോഹിച്ചു. ഖമാദ് എന്ന വാക്ക ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനതിനെ മോഹിച്ചു, എന്നിട്ടോ എടുത്തു. അവ എന്റെ കൂടാരത്തിന് നടുവിൽ കുഴിച്ചിട്ടിരിക്കുന്നു, വെള്ളി അടിയിലാവുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അതെന്തിനാ പറഞ്ഞത് എനിക്ക് കൃത്യമായിട്ട് ഇപ്പോഴും അറിഞ്ഞുകൂടാ. കാരണം ഇതെല്ലാം എടുത്താൽ അതിൻ്റെ അടിയിൽ പിന്നെ വെള്ളിയും ഇരിപ്പുണ്ടെന്ന് പറയാനായിട്ട് ആയിരിക്കാം. അതിന്റെ എല്ലാ അനാറ്റമി, ആ മോഷണത്തിന്റെ അനാറ്റമി അവിടെ വിവരിക്കുന്നുണ്ടോ? അതിന്റെ ആ പ്രവർത്തന രീതി ഞാൻ കണ്ടു, ഞാൻ മോഹിച്ചു, ഞാൻ എടുത്തു. അവയെ പറ്റി പറഞ്ഞില്ലേ, അവൾ കണ്ടു, അവളുടെ മോഹം, അവൾ പറിച്ചു തിന്നു. പാപത്തിന്റെ വഴിയാണ് മോഹം. പിന്നെ അതിന്റെ ആഹാൻ ചെയ്തു, മോഹിച്ചെടുത്തു, പാപം ചെയ്തു. പിന്നെ അത് ഒളിച്ചു വെക്കണം. പിന്നെ മനുഷ്യരുടെ ഒക്കെ മുമ്പിൽ പിടിക്കപ്പെട്ടവനായിട്ട് കുറ്റക്കാരനായിട്ട് നിൽക്കണം. പിന്നെ വിനാശകരമായിരിക്കുന്ന മരണം. കണ്ടോ ധനമോഹത്തിന്റെ അവസാനം. അതുപോലെ മറ്റൊരു ഭാവമാണ്, മോഹഭാവമാണ് ലൈംഗിക ദുർമോഹങ്ങൾ. നമുക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചപ്പോഴും നമ്മൾ അത് പഠിച്ചതാണ്. സത്യത്തിൽ വ്യഭിചാരം ചെയ്യുക എന്നുള്ളത് അതിന്റെ വിഷബീജം ഹൃദയത്തിലെ ദുർമോഹമാണെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കൽപ്പനയിൽ അവനവന്റെ ഭാര്യയെ മോഹിക്കരുത് എന്നുള്ളതല്ല. ആ മോഹമൊക്കെ ശരിയായിരിക്കുന്ന മോഹമല്ലേ, മോഹം ഇല്ലാത്തതായിരിക്കും ചിലപ്പോൾ അതിന്റെ തെറ്റ്. നിന്റെ യവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചു കൊള്ളുക എന്നൊക്കെ കർത്താവ് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളും ആഹ്വാനങ്ങളും അനുഗ്രഹങ്ങളും തന്നെ അതൊക്കെ. എന്നാൽ ഈ മോഹത്തെ, വിവാഹ ബന്ധത്തിന്റെ പവിത്രതയിൽ ആസ്വദിക്കേണ്ട ലൈംഗിക മോഹത്തെ, ലൈംഗിക തൃഷ്ണകളെ അതിന്റെ പുറത്തേക്ക് കൊണ്ടുപോവുക, സ്വന്തം ഭാര്യാഭർത്തൃ ജീവിതത്തിൽ നിലനിർത്തേണ്ടതിനെ മറ്റുള്ളവരുടെ മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കുക. ഏതൊരാസ്വാദനവും എന്നപോലെ വിവാഹബന്ധം എന്ന സുരക്ഷിതമായ ഈ അതിർവരമ്പിന്റെ അകത്ത് മാത്രമേ ലൈംഗിക ആസ്വാദനം ആസ്വാദ്യകരമാവുകയുള്ളൂ, ആരോഗ്യകരമാവുകയുള്ളൂ, നന്മയാവുകയുള്ളൂ.
ആ പരിധി ലംഘിച്ചിടത്തെല്ലാം വ്യക്തി ജീവിതങ്ങൾ തകർന്നിട്ടുണ്ട്, കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട്, സമൂഹം തകർന്നിട്ടുണ്ടെന്ന് മാത്രമല്ല സംസ്കാരങ്ങൾ തന്നെ തകർന്നു പോയിട്ടുണ്ട്. അത് നന്മ ചെയ്യില്ലെന്ന് മാത്രമല്ല, അത് വലിയ വിനാശത്തിന് കാരണമായി തീരും. ദാവീദിന്റെ പാപം നമുക്കറിയാം, മോഹപാപമല്ലേ. ദാവീദ് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നടന്നപ്പോഴ് ദാവീദ് കാണുകയാണ്. ആ കാഴ്ച അവന്റെ ഹൃദയത്തിലേക്ക് ദുർമോഹമായിട്ട് തീരുകയാണ്. പിന്നീട് സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പിന്നെ ദാവീദിന്റെ കുടുംബത്തിലേക്ക് നാശം വരികയാണ്. ദാവീദ് തന്നെ ചെയ്ത് നോക്കുക. വ്യഭിചാരം, കാപട്യം, കൊലപാതകം. ഏറ്റവും വിശ്വസ്തനായിരിക്കുന്ന തന്റെ സൈന്യത്തിലെ ഒരു പടയാളിയെയാണ് കൊലയ്ക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു. ഇതൊക്കെ കവറപ്പ് ചെയ്യാനായിട്ട് എന്നിട്ട് അതിന്റെ കർത്താവിനോട് ഏറ്റു പറഞ്ഞപ്പോൾ ദൈവം ആ പാപം ക്ഷമിച്ചു എന്നത് സത്യമാണ്. എങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ദാവീദിന്റെ തലമുറകളിലേക്ക് ദാവീദ് കൊടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലൈംഗിക ദുർമോഹം, വഷളത്വത്തിന്റെ ലൈംഗിക ആസ്വാദനം, അത് വഴിവിട്ടു പോകുന്ന ദുർമോഹത്തിന്റെ അപകടങ്ങൾ. കർത്താവ് പറഞ്ഞു മത്തായി സുവിശേഷം 5 ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന്, എപ്പിഥൂമിയ എന്ന വാക്ക, മോഹിക്കേണ്ടതിന്, വഷളായ മോഹമാണ്. അവളെ നോക്കുന്നവനെല്ലാം ആ ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. അതുപോലെ തന്നെ മറ്റൊരു ഭാഗമാണ് സുഖഭോഗങ്ങൾക്കായുള്ള വഴിവിട്ട ആഗ്രഹം. വേറെ സുഖം, സന്തോഷം, ആസ്വാദനം, ഇതൊക്കെ ദൈവം മനുഷ്യർക്ക് വെച്ചിട്ടുള്ളതാണ്. നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ, നല്ല ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ, യാത്രയൊക്കെ പോകുമ്പോൾ, നല്ല ബന്ധങ്ങളിലൊക്കെ അങ്ങനെയുള്ള ആസ്വാദനങ്ങളൊക്കെ ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ളതാണ്. കർത്താവ് പറഞ്ഞ പോലെ തോട്ടത്തിലെ സകല വൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം എന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ ആ സുഖഭോഗങ്ങൾ കർത്താവ് വെച്ച ന്യായമായ ആരോഗ്യകരമായിരിക്കുന്ന പരിധി വിട്ടുപോകുമ്പോൾ അതാണ് ഭോഗേച്ഛകളായിട്ട് തീരുന്നത്. യാക്കോബ് പറഞ്ഞ അതാണ്, നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ എന്ന് യാക്കോബ് പറയുമ്പോൾ അതാ പറഞ്ഞത്, ഭോഗേച്ഛകൾ. പക്ഷേ ഈ ഭോഗേച്ഛകളുടെ ഒരു സെൻഷ്വൽ ഡിസയേഴ്സ്, നമുക്ക് അവകാശമില്ലാത്ത സുഖങ്ങൾ, ഇന്ദ്രിയ സുഖങ്ങൾക്കായിട്ടുള്ള തെറ്റായിരിക്കുന്ന വഴിവിട്ടതായിരിക്കുന്ന മോഹം, ഇന്നത്തെ ലോകത്തിലേക്ക് നമ്മൾ ചുറ്റും നോക്കിയാൽ പഴയ കാലത്തിൽ അത്യന്തം അധികമായിട്ട് ഇപ്രകാരമുള്ള മനുഷ്യന്റെ താല്പര്യങ്ങൾ, ഇല്ലാത്ത താല്പര്യങ്ങളെ മനുഷ്യ ഹൃദയങ്ങളിൽ ഉണ്ടാക്കും. ആദ്യം ആ കച്ചവട മനസ്ഥിതിയില് ഈ വികാരങ്ങൾ ഉണ്ടാക്കും. ചിത്രങ്ങൾ വഴിയും പരസ്യങ്ങൾ വഴിയൊക്കെ ഈ താല്പര്യങ്ങൾ ഉണ്ടാക്കും, അതിനെ പ്രൊമോട്ട് ചെയ്യും, അതിനെ ശരിയാണെന്ന് ന്യായീകരിച്ച് അതിനെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാ മാധ്യമങ്ങളിലൂടെ ഒക്കെ ഈ മോഹങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് അതിന്റെ അവസരങ്ങൾ വെക്കും. എന്നിട്ട് മനുഷ്യനെ അടിയോടെ വഴിതെറ്റിക്കുന്ന പ്രവണതകളാണ് ഇന്ന് സംസ്കാരത്തിൽ തന്നെ നമ്മൾ കാണുക. അതിനെ ന്യായീകരിക്കുകയും ചെയ്യുക. കാഴ്ചകൾ, കാണരുതാത്ത കാഴ്ചകൾ കാണാൻ, കേൾക്കരുതാത്ത കേൾവികൾ കേൾക്കാൻ, രുചിക്കരുതാത്ത രുചികൾ രുചിക്കാൻ, സ്പർശിക്കരുതാത്ത സ്പർശനങ്ങളിലേക്ക് പോകാൻ, എന്തെല്ലാം പ്രലോഭനങ്ങളുടെ ലോകത്തിലാണ്. കണ്ണിന്റെ പ്രലോഭനം, ജനമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. യോഹന്നാൻ പറഞ്ഞു ഇവയൊന്നും ദൈവത്തിൽ നിന്നല്ല എന്ന് പറഞ്ഞു. ഇതൊന്നും ദൈവികമല്ല എന്ന് പറഞ്ഞു. ദൈവികമല്ലാത്തത് എവിടെ തുടങ്ങിയതാ? ഏദൻ പർദീസയിലെ ആദ്യ വഞ്ചനയിൽ നിന്ന് തുടങ്ങിയതാണ് ഇതെല്ലാം. അവിടെ തുടങ്ങി. ലോകത്തിൽ അതിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുക. നമ്മളും അതിന്റെ ഇരകളായിട്ട് തീരാനുള്ള സാധ്യത. എല്ലാ മനുഷ്യരും ഒരാളുപോലെ ഇരകളാണ്. ദൈവം നമ്മളെ കൃപയാലെ രക്ഷിച്ച മഹാഭാഗ്യം നമുക്ക് ഓർക്കാം. അതിന്റെ മുമ്പിലാണ് കർത്താവ് പറഞ്ഞത് മോഹിക്കരുത് എന്ന് കർത്താവ് പറഞ്ഞത്. വഴിവിട്ട മോഹങ്ങൾ, ദൈവത്തിന്റെ നമുക്ക് വേണ്ടി ദൈവം വെച്ച ആ ഡിസൈൻ, അതാണ് കൽപ്പനയെ നമ്മൾ പറഞ്ഞല്ലോ. ദൈവം മനുഷ്യന് വേണ്ടി, മനുഷ്യന്റെ സ്വസ്ഥതയ്ക്കും അനശ്വരമായ ജീവിതത്തിനും വെച്ച ആരോഗ്യകരമായിരിക്കുന്ന രൂപകൽപ്പനയാണ് ദൈവത്തിന്റെ നിയമങ്ങൾ, ദൈവത്തിന്റെ കൽപ്പനകൾ. അതിന്റെ ആ ലംഘനം, അതിന്റെ പരിധി വിട്ടു പോകൽ വിനാശമാണ്. മോഹിച്ചിട്ടും പ്രാപിക്കുന്നുണ്ടോ? കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ട് സാധിക്കുന്നുണ്ടോ? കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. അതൊക്കെ നാശമാണ്, നശിപ്പിക്കുകയാണ്. ദൈവം നമുക്ക് അനുവദിക്കാത്തതൊന്നും നമുക്ക് നന്മയല്ല, നമുക്ക് നാശമാണ്. ഈ തിരിച്ചറിവാണ് ലോകത്തിന് ഇല്ലാത്തത്. ഈ തിരിച്ചറിവ് വന്നപ്പോഴാണ് നമുക്ക് രക്ഷിക്കപ്പെടാനായിട്ട് കഴിഞ്ഞത്. ഹൃദയത്തിലാണ് ഈ മാറ്റം
മോഹിക്കേണ്ടത് മോഹിക്കാനായിട്ട് നമ്മൾ പഠിച്ചു. മോഹിക്കരുതാത്തത് മോഹിക്കണ്ട എന്നുള്ള ആ അടിസ്ഥാന പാഠം അത് കർത്താവ് നമുക്ക് തന്ന പാഠമാണ്. എന്താണ് ഈ ദുർമോഹത്തിന്റെ ലോകത്തിൽ ദൈവം നമുക്ക് നൽകിയ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ നൽകിയ മാർഗം എന്താണ്? ഒരു നല്ല ഹൃദയം. അതാണ് കർത്താവ് നമുക്ക് നൽകിയത്, ഒരു നല്ല ഹൃദയം. മോഹങ്ങൾ കൊണ്ട് വശീകരിക്കപ്പെട്ട് ഉഴലുന്ന ഒരു ഹൃദയമല്ല. യാക്കോബ് ആ വാക്യത്തിൽ പറഞ്ഞതുപോലെ, യാക്കോബ് പറഞ്ഞ വാക്ക് എന്താണ്? മോഹം വരുന്നതിനെ പറ്റി യാക്കോബ് പറഞ്ഞല്ലോ. മോഹം, ഓരോരുത്തൻ പാപം ചെയ്യുന്നത് സ്വന്തം മോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുങ്ങി പോകുമ്പോഴാണ്. മോഹങ്ങൾ അവനെ വശീകരിക്കുകയാണ്, അവനെ പ്രലോഭിപ്പിക്കുകയാണ്. പ്രലോഭിപ്പിച്ച് അവനെ ആകർഷിച്ച് അവനെ കുടുക്കും, പാപത്തിലേക്ക് പോകും. അപ്പൊ അതിന്റെ കുടുക്കിൽ നമ്മൾ പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് മോഹങ്ങൾ പെടാത്തൊരു നല്ല ഹൃദയം നമുക്ക് വേണം. ദാവീദ് ഈ മോഹത്തിൽ കുടുങ്ങി പാപം ചെയ്ത് തെറ്റ് ചെയ്ത് സകല ദോഷങ്ങൾക്കും കാരണമായി തീർന്ന ആ കുറ്റബോധത്തിന്റെ മനസ്സിൽ നിന്നും നാഥാൻ പ്രവാചകൻ ചെന്ന് പറയുകയാണ്, നീ പാപം ചെയ്തു. അതിനുള്ള പ്രതികരണമായിട്ട് ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയോട് പാപം ചെയ്തു പോയി. ദാവീദ് അതിനോടുള്ള പ്രതികരണമായിട്ട് എഴുതിയ സങ്കീർത്തനമാണ് 51 സങ്കീർത്തനം. അതിന്റെ 10 വാക്യത്തിൽ ദാവീദിന്റെ ഒരു പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. കർത്താവേ, എനിക്കൊരു നല്ല ഹൃദയം തരണം. ഇവിടെയാണ് ആ തിന്മയുടെ തുടക്കം. ഒരു നല്ല ഹൃദയത്തിന്റെ ഉടമയായി തീരാൻ ദൈവം എന്നെ സഹായിക്കണം. അതാണ് ദാവീദ് പ്രാർത്ഥിച്ചത്. പ്രിയപ്പെട്ടവരെ, ഒരു നല്ല ഹൃദയമാണ് ഈ മോഹങ്ങളുടെ വലയത്തിൽ നമ്മൾ കുടുങ്ങിപ്പോകാതിരിക്കാനുള്ള അതിനുള്ള പരിഹാരം. ദൈവം അതല്ലേ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഞാൻ അവർക്ക് പുതിയ ഒരു ഹൃദയം നൽകും. കല്ലായുള്ള ഹൃദയം മാറ്റി മാംസമായ ഒരു ഹൃദയം, കാഠിന്യമുള്ള ഹൃദയം മാറ്റിയിട്ട് ഒരു 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 ലളിതമായിരിക്കുന്ന, ഒരു മൃദുവായിരിക്കുന്ന ഒരു ഹൃദയം ദൈവം നമുക്ക് തരും. ഒരു നല്ല ഹൃദയം. ഒരു നല്ല ഹൃദയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്താണെന്നറിയോ? നല്ല ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മിടിക്കുന്ന ഹൃദയത്തെ പറ്റി അല്ലല്ലോ, അതൊരു ആലങ്കാരിക ചിത്രമാണ്. മനുഷ്യന്റെ മനസ്സിന്റെ ഒരു 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 മനസ്സിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രതീകമാണ് മനുഷ്യന്റെ ഹൃദയം. അവന്റെ ചിന്തകൾ, വികാരങ്ങൾ, ഭാവങ്ങൾ, താല്പര്യങ്ങളൊക്കെ ഉള്ള അവന്റെ ആന്തരിക വ്യക്തിത്വത്തിന്റെ ഒരു ചിത്രമാണ് ഹൃദയം. ആ ഹൃദയം നല്ലതാണെങ്കിൽ ഒന്നാമത് അവിടെ വേണ്ടത് നല്ല ചിന്തകളാണ് വേണ്ടത്. നല്ല ചിന്തകളാണ് ഒരു നല്ല ധാരണകളും ചിന്തകളുമാണ് ഒരു നല്ല ഹൃദയത്തിന്റെ സ്വഭാവം. ഒരു ചരിത്രം ഞാൻ പറയാം. സെന്റ് അഗസ്റ്റിനെ പറ്റി നമ്മൾ കേൾക്കാത്തവരുണ്ടാവില്ല. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാനായിരിക്കുന്ന ഒരു ദൈവശാസ്ത്രജ്ഞനാണ് സെന്റ് അഗസ്റ്റിൻ. എന്നാൽ സെന്റ് അഗസ്റ്റിന്റെ മാനസാന്തരത്തിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ഒരു ഹൃദയത്തിന്റെ മാനസാന്തരത്തിന്റെ ഒരു കഥയാണ്. സെന്റ് അഗസ്റ്റിനെ അറിയാമല്ലോ. അദ്ദേഹം ഒരു മിലാനിലെ അവിടുത്തെ പാഠശാലകളില് റെറ്ററിക്ക്, അതായത് നിയമവും അതുപോലെ പ്രസംഗ കലയൊക്കെ പഠിപ്പിക്കുന്ന പ്രഗത്ഭനായിരിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം. എന്നാൽ ഈ പ്രാഗൽഭ്യവും പ്രൗഢിയും ഒക്കെ ഉള്ള സമയത്ത് ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങളിലും അതിന്റെ വിഷയാസക്തികളും വഷളത്വങ്ങളും ഒക്കെയാണ് അദ്ദേഹം അഭിരമിച്ച് ജീവിച്ചുകൊണ്ടിരുന്നത്. ആ ഇടയ്ക്കാണ് മിലാനിലെ കത്തീഡ്രൽ പള്ളിയില് അംബ്രോസ് എന്നൊരു ദൈവദാസൻ ദൈവവചനം പ്രസംഗിക്കുന്നുണ്ട്, ബൈബിൾ പ്രസംഗിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രസംഗങ്ങൾ കേൾക്കാനായിട്ട്, ഒരു പ്രസംഗനാണല്ലോ, നല്ല പ്രസംഗമാകുമ്പോൾ ഇദ്ദേഹം പ്രസംഗം പഠിപ്പിക്കുന്ന ആളല്ലേ, പ്രസംഗം കേൾക്കാനായിട്ട് അഗസ്റ്റിൻ പോയി. അംബ്രോസിന്റെ പ്രസംഗങ്ങൾ, ദൈവത്തെ പറ്റിയും ദൈവവചനത്തെ പറ്റിയുള്ള നന്മയെ പറ്റിയുള്ള പ്രസംഗങ്ങളൊക്കെ അഗസ്റ്റിന്റെ ഹൃദയത്തിൽ ഒരു വലിയ കുറ്റബോധം ഉണ്ടാക്കി. ഞാൻ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കി. അപ്പൊ അഗസ്റ്റിൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രമായിരിക്കുന്ന കൺഫെഷൻസിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദൈവമേ, എന്നെ ഇമാതിരി വഷളത്വങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും ഒക്കെ എന്നെ ഒന്ന് പിന്തിരിപ്പിക്കണമേ, എന്നെ മാറ്റണമേ. പക്ഷെ ഇപ്പൊ വേണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതിയെന്ന്. കാരണം ഈ പാപമാണെന്ന് ബോധ്യം വന്നാലും ഇതിന്റെ ആകർഷണ വലയത്തില് ഒരു പാതി കുടുങ്ങിക്കിടക്കുന്ന ഒരു ചിത്രമാണ് അഗസ്റ്റിന്റെ ആ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നത്. അതാണ് മനുഷ്യന്റെ ചിത്രം.
ഇത് തെറ്റാണെന്നറിയാം, പക്ഷേ രക്ഷപ്പെടാൻ കഴിയാതെ വണ്ണം നമ്മൾ അതിനെ സ്നേഹിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അഗസ്റ്റിൻ തന്റെ തോട്ടത്തിൽ ഈ കുറ്റബോധത്തിൽ ഭാരപ്പെട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. ഒരു കുട്ടി പറയുന്നത് പോലെയാണ് അദ്ദേഹം കേട്ടത്. അവർക്ക് ലത്തീൻ ഭാഷയാണല്ലോ അവിടെ ഉള്ളത്, ഇറ്റലിയിലെ ഭാഷ. അതില് ആ ഭാഷയില് ആ കുട്ടി പറയുന്നത് ഇതാണ്: ടൊല്ലെ എത്ത് ലെഗെ. അതിന്റെ അർത്ഥം എടുക്കുക, വായിക്കുക, എടുക്കുക, വായിക്കുക. അപ്പൊ ഇത് എവിടുന്നാണ് വന്നതെന്ന് അഗസ്റ്റിന് മനസ്സിലായില്ല. എന്നാൽ അഗസ്റ്റിന് തോന്നി, ഞാൻ വായിക്കാനും എടുക്കാനും വേണ്ടി എന്നോട് ആരോ സംസാരിക്കുകയാണല്ലോ എന്ന് ഓർത്ത് അദ്ദേഹം തന്റെ റൂമിലേക്ക് പോയി. അദ്ദേഹത്തിന് സുഹൃത്ത് അവിടെ ഉണ്ട്. അപ്പൊ അവിടെ നോക്കിയപ്പോൾ അവിടെ ഒരു ബൈബിൾ ഇരിക്കുന്നുണ്ട്. ആ ബൈബിൾ എടുത്തിട്ട് റാൻഡമായിട്ട് വെറുതെ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ അങ്ങ് തുറന്നു. നമ്മൾ സാധാരണ ആളുകൾ ഇങ്ങനെ ലക്ഷണം നോക്കാനൊക്കെ ബൈബിൾ തുറക്കുന്ന പോലെ ബൈബിൾ ഇങ്ങനെ അങ്ങ് തുറന്നു. അത് തുറന്നപ്പോൾ അദ്ദേഹം കണ്ട വാക്യം റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളാണ്. ആ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കാം, വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഈ വാക്യം അദ്ദേഹത്തിന് ഹൃദയത്തോട് സംസാരിച്ചു. അവിടെയാണ് അഗസ്റ്റിന്റെ മാനസാന്തരം. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്, കർത്താവായ യേശുക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുവിൻ. ഈ ലോകത്തിന്റെ വെറിക്കൂത്തുകൾ, മദ്യപാനം, ശയനമോഹം, വഷളത്ത മോഹങ്ങൾ, ദുഷ്കാമം, തെറ്റായ കാമങ്ങൾ, മോഹങ്ങൾ, പിണക്കം, അസൂയ, ഇതിലല്ല ക്രിസ്തു, ആത്മാവിന്റെ ചിന്ത അത് ഹൃദയത്തിലേക്ക് വരട്ടെ എന്ന്. ആഗസ്റ്റിന്റെ മാനസാന്തരം ഈ ക്രൈസ്തവ ലോകത്തിന്റെ ചിന്തയെ, അതായത് ദൈവശാസ്ത്ര ചിന്താഗതിയെ തന്നെ സമൂല രൂപാന്തരപ്പെടുത്തിയ ഒരു മാറ്റമായിരുന്നു. അദ്ദേഹത്തിന്റെ ചിന്ത മാറിയപ്പോൾ ആ ചിന്തയാണ് സിറ്റി ഓഫ് ഗോഡ് എന്നുള്ള പുസ്തകത്തിൽ അത് എഴുതി വെച്ചത്. ആ ചിന്തയാണ് അഗസ്റ്റിന്റെ സൊറ്റീരിയോളജി എന്ന തരത്തില് അഗസ്റ്റിന്റെ രക്ഷാശാസ്ത്രം എന്ന തിയോളജി ആയിട്ട് എഴുതി വെച്ചത്. അത് വായിച്ചിട്ടാണ് മാർട്ടിൻ ലൂതറിന് രക്ഷ എങ്ങനെയാ കിട്ടുന്നത് വിശ്വാസത്താലാണെന്ന് മനസ്സിലായത്. അതിശയകരമായ രൂപാന്തരം. മോഹങ്ങളിൽ നിന്ന് മാറി കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ചിന്തിക്കാൻ, ശരിയായ ചിന്തകൾ ചിന്തിക്കാനായിട്ട് തുടങ്ങി. ചിന്തയിൽ നിന്നാണ് മോഹങ്ങൾ വരുന്നതെന്ന് ഓർക്കണം. ചീത്ത ചിന്ത, ദുർമോഹം, ദുഷ്പ്രവൃത്തി. നല്ല ചിന്ത, നല്ല ആഗ്രഹങ്ങൾ, നല്ല പ്രവൃത്തി. ഹവ്വയുടെ മനസ്സിന് പിശാച് മാറ്റിയത് എങ്ങനെയാ? ഒരു ചിന്ത കൊണ്ടേ ഇട്ട് കൊടുക്കുക ചെയ്തേ. ദൈവം നിന്റെ അഭ്യുദയകാംക്ഷയല്ല. ഈ ദൈവത്തെ നിഷേധിച്ച് മത്സരിച്ച് ഇത് ചെയ്താൽ നീ ദൈവത്തെ പോലെ ആകും. നോക്കിക്കേ, തിന്നാൻ നല്ലത്, ആഗ്രഹിക്കാൻ നല്ലത്. ആ ചിന്ത മാറി പിന്നെ കൈപോയതുണ്ടോ? നമ്മുടെ ഹൃദയത്തെ ദുഷ്ചിന്ത നിറച്ചാൽ, അതൊക്കെ ലോകത്തിൽ ദുഷ്ചിന്ത കൊടുക്കാൻ എന്തെല്ലാം വഴികളാ ഉള്ളത്? പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും എന്തെല്ലാം ചിന്തകളിലൂടെയും ക്ലാസ്സുകളിലൂടെയും ആളുകളിലൂടെയും ഹീറോസിലൂടെയും ഒക്കെ തെറ്റായ തത്വശാസ്ത്രങ്ങൾ, ചിന്തകളൊക്കെ വരും. അത് വന്നാൽ തെറ്റായ പ്രവൃത്തികളും മോഹങ്ങളും പ്രവൃത്തിയും വരും. ആരോ പറഞ്ഞതുപോലെ ഒരു കിണറ്റിലേക്ക് വേസ്റ്റ് കൊണ്ട് ഇട്ടിട്ട് അവിടെ നല്ല വെള്ളം കോരിയെടുക്കാൻ പറ്റും? നമ്മുടെ ഹൃദയമാകുന്ന ആ കിണറ്റിലേക്ക് നന്മയുടെ മഴ പെയ്തിറങ്ങിയാലേ നന്മയുടെ ജലം നമുക്ക് അവിടുന്ന് കോരിയെടുക്കാൻ, പുറത്തേക്ക് വരികയുള്ളൂ, കോരിയെടുക്കാൻ പറ്റുള്ളൂ. ഫിലിപ്പിയർ പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ട് പറഞ്ഞു, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയായതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. ശരിയായ ചിന്ത, നല്ല ചിന്തകൾ, സത്യമായ ചിന്തകൾ, ഗൗരവമുള്ള ചിന്തകൾ, എന്തെല്ലാം നമുക്ക് ചിന്തിക്കാം. കൊലോസ്യക്കാരൻ പറഞ്ഞതുപോലെ ഉയരത്തിലുള്ളത് ചിന്തിച്ചു കൊള്ളുവിൻ. റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവും, ജഡത്തിന്റെ ചിന്ത മരണം. ശരിയായത് ചിന്തിച്ചാൽ ശരിയായ മോഹങ്ങൾ വരും. ചിന്താ മണ്ഡലത്തിൽ ഒരു രൂപാന്തരം, മനസ്സിന്റെ ചിന്തയിൽ രൂപാന്തരം വരുത്തണം. അത് ക്രിസ്തുവിന്റെ വചനങ്ങളാണ്, ദൈവവചനമാണ് നമ്മൾ ചെയ്തത്. അതാണ് അതിന്റെ മാർഗം. മറ്റൊരു കാര്യം, നല്ല ഹൃദയത്തിന് ഞാനിത് പറഞ്ഞിട്ട് ചേർത്ത് പറയാം.
മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ അത് മോഹിക്കുകയല്ല വേണ്ടത്, അതിൽ സന്തോഷിക്കാനായിട്ട് നമുക്ക് കഴിയണം. അതല്ലേ മഹാമനസ്കത എന്ന് പറയുന്നത്. മറ്റൊരുത്തിനൊരു നന്മ വന്നാൽ അത് കാണുന്നപ്പോൾ ദൈവമേ നിനക്ക് നന്ദി, അവനെ നീ അനുഗ്രഹിച്ചല്ലോ, നല്ലൊരു വീട് പണിതല്ലോ, നല്ല മക്കളെ കൊടുത്തല്ലോ, നല്ല ജോലി കൊടുത്തല്ലോ, നല്ല സാഹചര്യങ്ങൾ കൊടുത്തല്ലോ. അല്ലാതെ നാബോത്തിന്റെ വയല് കണ്ടപ്പോൾ ഇസബേലിന്റെ ഹൃദയത്തിൽ തോന്നിയതുപോലെ അവന്റെ മുന്തിരിത്തോട്ടം എനിക്ക് സ്വന്തമാക്കണം, അതെനിക്ക് എന്താ ചേരത്തോട്ടാ. എന്തൊരു ദുഷ്ട ചിന്തയാണ്. അതൊരു ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ്. ദുർമോഹത്തിന്റെ ക്ലാസിക് എക്സാമ്പിൾ. ഒന്നും നേടിയിട്ടല്ല, ഒരു പാവപ്പെട്ടവന്റെ നന്മ കണ്ടപ്പോൾ അതെനിക്ക് സ്വന്തമാക്കണം. പണ്ട് വാഴക്കൊല എന്നുള്ള കഥയില് ഇവിടെ ചങ്ങമ്പുഴയുടെ കഥയിൽ പറഞ്ഞതുപോലെ, മലയെപ്പോലെ എന്റെ വീടിന്റെ മുറ്റത്ത് ഒരു വാഴ നട്ടിട്ട് ആ വാഴ കൊലച്ചപ്പോഴ് യജമാനം വന്നിട്ട് ജന്മി വന്നിട്ട് പറയാണ്, ആ വാഴ വെട്ടി എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി വെച്ചേരേ. അത് എന്റെ മക്കളുടെ കണ്ണുനീര് ചങ്ങമ്പുഴയ്ക്ക് മാത്രമേ അത് അങ്ങനെ എഴുതാനായിട്ട് കഴിയുള്ളൂ. മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ അതിൽ സന്തോഷിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു മനസ്സ്, അതല്ലേ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അസൂയപ്പെടുകയല്ല, അതിൽ ആഹ്ലാദിക്കുക. പണ്ട് ഏതൊരു പാട്ടുകാരൻ പാടിയ ഒരു കവിത ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ അയൽക്കാരൻ ജോർജാരനെ എന്ന് പറഞ്ഞ് കേൾപ്പിച്ചു. അന്യൻ ഉയർച്ച കാണുമ്പോൾ ആനന്ദിക്കേണ്ടതാണ് നീ, മഴക്കാർ വാനിലേറുമ്പോൾ മയിലാടുന്നു കുതൂഹാൽ. മഴക്കാർ ആകാശത്തിലേറുമ്പോൾ മയില് സന്തോഷിക്കാന്ന്, അതിന് അസൂയപ്പെടുകയല്ല. ഉയരത്തിലാണല്ലോ എന്ന് അസൂയപ്പെടുകയല്ല, അതിന് സന്തോഷം. അതുപോലെ മറ്റുള്ളവർക്ക് ഉയർച്ച കാണുമ്പോൾ ആനന്ദിക്കുന്ന ഒരു ഹൃദയം, മറ്റുള്ളവരുടെ നന്മ നമ്മുടെ സന്തോഷമായിരിക്കുക. അതാണ് സ്നേഹമുള്ള ഒരു ഹൃദയത്തിന്റെ പ്രത്യേകത. സ്നേഹം 1 Corinthians 13 പൗലോസ് പറഞ്ഞു, സ്നേഹം അസൂയപ്പെടുന്നില്ല, മറ്റുള്ളവന്റെ ഉയർച്ചയിൽ സന്തോഷിക്കുന്ന ഒരു ഹൃദയം. കർത്താവേ, ഞങ്ങൾക്കത് തരണം. അത് ആത്മീയമായിട്ടാണെങ്കിലും നമ്മളെക്കാൾ നല്ല ക്ലാസ്സുകൾ എടുത്താൽ, നല്ല പാട്ടുകൾ പാടിയാൽ, നല്ല സഭകൾ സ്ഥാപിച്ചാൽ, സൽപ്പേര് സാക്ഷ്യമുള്ള മനുഷ്യരായിട്ട് തീർന്നാൽ, അവന് അതൊക്കെ ഉള്ളത് കൊണ്ടല്ലേ, അവന് പഠിക്കാൻ പറ്റിയത് കൊണ്ടല്ലേ, അവൻ അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ, അവര് അവിടെയല്ലേ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിൻ്റെ ഒരു തിന്മ കണ്ട് അതിനെ തുച്ഛീകരിച്ച് അതിൽ അമർഷം കൊള്ളുന്നതിന് പകരം, കർത്താവേ അവരെ നീ അനുഗ്രഹിച്ചല്ലോ, അത് നിന്റെ പ്രവൃത്തിയാണല്ലോ എന്നോർത്ത് സന്തോഷിക്കുന്ന ഒരു ഹൃദയം ഉണ്ടെങ്കിൽ, അതാണ് മോഹിക്കുകയല്ല. ചിലർ മോഹിക്കുകയല്ല, എനിക്ക് കിട്ടിയില്ലാലും വേണ്ടില്ല, അവന്റെ കൂടെ നശിച്ചു പോകണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പണ്ട് ശലോമോന്റെ അടുക്കൽ വന്ന ആ സ്ത്രീകളെ, ഒരു കുഞ്ഞിന് വേണ്ടി അവകാശം പറഞ്ഞ സ്ത്രീകളെ പോലെ, എനിക്ക് കിട്ടിയില്ലാലും വേണ്ടില്ല, അവക്ക് കിട്ടരുത് എന്ന് പറയുന്ന മോഹത്തിന്റെ, ഒരു ദുർമോഹത്തിന്റെ അങ്ങേയറ്റത്തെ വിനാശ തലം വരെയുണ്ട്. അവന് ഇല്ലാതെയായിത്തീരണം. മഹാഭാവത്തിന്റെ ചിത്രങ്ങളാണ്. അതുപോലെ തന്നെ സംതൃപ്തമായൊരു ഹൃദയം. അസംതൃപ്തമായ ഹൃദയത്തിൽ നിന്നാണ് എല്ലാ ദുർമോഹങ്ങളും വരുന്നതെന്ന് നമുക്കറിയാം. സംതൃപ്തി. അപ്പോസ്തലൻ തിമോഥെയോസിനെ എഴുതിയപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞല്ലോ, അലംഭാവത്തോടു കൂടിയുള്ള ദൈവഭക്തി വലുതായ ആദായമാണ്. അലംഭാവം ഒരു നല്ല വാക്കാണ്, ഇപ്പൊ നമ്മൾ അത്ര ഉപയോഗിക്കുന്നില്ല നല്ല അർത്ഥത്തില്. ഇന്ന് അവഗണന, അലക്ഷ്യത അലക്ഷ്യം എന്നുള്ള വാക്കിനാണ് ഇപ്പൊ അലംഭാവം പറയുന്നത്. പക്ഷെ ആ വാക്കിന്റെ അർത്ഥം കണ്ടന്റ്മെന്റ് എന്നാണ് ഇംഗ്ലീഷില്, മറ്റു ഭാഷകളില്. സംതൃപ്തമായൊരു ഹൃദയം, ദൈവഭക്തി നമുക്ക് തരുന്ന ആ വലിയ അനുഗ്രഹം, സംതൃപ്തി. പൗലോസ് പറഞ്ഞു, ബുദ്ധിമുട്ട് നിമിത്തമല്ല, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഉള്ള അവസ്ഥയിലും ഇല്ലാത്ത അവസ്ഥയിലും കണ്ടന്റഡ്. അങ്ങനെ ഒരാൾക്ക് എങ്ങനെ കഴിയാം? ഇല്ലാത്ത അവസ്ഥയിലും അലംഭാവം, ഉള്ള അവസ്ഥയിലും അലംഭാവം. സംതൃപ്തനായിരിക്കുന്ന മനുഷ്യൻ, അത് കണ്ടെത്താൻ എപ്പോഴാണ് കഴിയാന്നറിയോ? നമുക്കുള്ളതൊക്കെ, ആവശ്യമുള്ളതൊക്കെ കിട്ടുമ്പോഴല്ല. നമ്മൾ ഓർക്കും വീട് പണിത് കഴിഞ്ഞാൽ സംതൃപ്തിയായിരുന്നു. വീട് പണിത് 1ാം നില പണിത പിന്നെ 2ാം നില പണിയുണ്ട്. മാരുതി 800 വാങ്ങിച്ച പിന്നെ അത് മാറ്റിയിട്ട് അതിന്റെ 1400 cc വണ്ടി വാങ്ങണ്ടേ, പിന്നെ 7 സീറ്റർ വാങ്ങണ്ടേ, പിന്നെ ഹൈക്രോസിലേക്കൊക്കെ പോകണ്ടേ. എപ്പ തീരും ഇത്? കിട്ടും തോറും കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കുറച്ചുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ സംതൃപ്തനാവും എന്ന് പറഞ്ഞാൽ ഇതുപോലെ പോഷത്വം വേറെയില്ല. സംതൃപ്തനാകാനുള്ള വഴി യഥാർത്ഥത്തിൽ നമ്മെ സംതൃപ്തിപ്പെടുത്തുന്ന ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ കണ്ടെത്താം. സഹസ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ മാത്രം ഞാൻ സംതൃപ്തി കണ്ടെത്തും. ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോഴ്
ദൈവത്തെ കൊണ്ട് മാത്രം സംതൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു മനസ്സോടെയാണ് സൃഷ്ടിച്ചത്. അതാണ് ഏദൻ പർദീസിൽ ആദവും അനുഭവിച്ചത്. ആ ദൈവത്തെ തിരസ്കരിച്ചപ്പോൾ അവർ പുതിയൊരു സംസ്കാരം തുടങ്ങിക്കാണും. പക്ഷെ ഒന്നിനും അവരെ സംതൃപ്തരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫിലിപ്പോസ് കർത്താവിനോട് പറഞ്ഞ ആ മനോഹരമായിരിക്കുന്ന ആ റിക്വസ്റ്റ് യോഹന്നാൻ 14:8 വാക്യത്തിലുണ്ട്. ഫിലിപ്പോസ് അവനോട്, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, ഞങ്ങൾക്ക് അത് മതി. ദാറ്റ് ഇസ് സഫിഷ്യന്റ്. അപ്പൊ കർത്താവിനോട് പറയുന്ന വാക്ക്, ഫിലിപ്പോസെ, ഇത്രയും കാലം ഞാൻ നിങ്ങളോട് കൂടി ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ കാണിച്ചു തരണോ നീ പറയുന്നത് എങ്ങനെ? കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടെത്തിയവൻ ദൈവത്തെ കണ്ടെത്തി. ദൈവത്തെ കണ്ടെത്തിയവന് പിന്നെന്താ വേണ്ടത്? ക്രിസ്തുവിനെ ലഭിച്ചവന് മറ്റെന്താ വേണ്ടത്? ക്രിസ്തുവിൽ സകലതുമുണ്ട്. ഹഗ്ഗായിയുടെ പ്രവചനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തില് ഒരു വാക്യമുണ്ട്, ഞാൻ സകല ജാതികളെയും ഇളക്കും. പുതിയമത്തിൽ അത് കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് അടുത്ത വാക്യം, സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സകല ജാതികളുടെയും മനോഹര വസ്തു എന്നുള്ളത് ഖാമദ എന്ന വാക്കാണ്. നേരത്തെ പറഞ്ഞ ഡിസൈറബിൾ തിങ് എന്നാണ്, ആഗ്രഹിക്കത്തക്കത്. സകല ജാതികളുടെയും ആഗ്രഹിക്കത്തക്കത് എന്താ? നമ്മുടെ മോഹ വിഷയമായിരിക്കുന്നത് എന്താ? ഞാനതിനെ വരുത്തും എന്നാ പറഞ്ഞു. എന്താ അത്? നമുക്കറിയാം, നമ്മുടെ കർത്താവാണത്. ദൈവപുരുഷനായിരിക്കുന്ന ശിമോൻ യേശു കർത്താവിനെ കരങ്ങളിലെടുത്ത് പറഞ്ഞു, ഇപ്പോൾ നാളെ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കണമേ, സകലജാതികൾക്കുമായി ഒരുക്കിയിരിക്കുന്ന ആ രക്ഷ എന്റെ കണ്ണ് കണ്ടുവല്ലോ. എപ്പോഴാണ് നമ്മൾ സംതൃപ്തരായത്? നമ്മുടെ കർത്താവിനെ നമ്മൾ കണ്ടെത്തിയപ്പോൾ. കർത്താവിൽ സ്വർഗമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്. ദൈവരാജ്യമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്. ഒന്നിനും കുറവില്ല. നമുക്ക് ക്രിസ്തു ഉള്ളവന് എല്ലാം ഉണ്ട്, ഒന്നിനും കുറവില്ല. ആ സംതൃപ്തി കണ്ടെത്തിയവൻ പിന്നെ അന്യന്റെ വസ്തു, അന്യന്റെ കാളയും കഴുതയും, അന്യന്റെ ഭാര്യ, അന്യന്റെ അനുഗ്രഹങ്ങൾ അത് മോഹിക്കുന്നുണ്ട് എങ്കിൽ ഒരു കാര്യം വിളിച്ചു പറയുന്നത്, നമ്മൾ ക്രിസ്തു ഇല്ലാത്തവരാണ്. അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ മഹത്വം നമ്മൾ കണ്ടിട്ടില്ല. ആ തിരിച്ചറിവിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതാണ്, കർത്താവ് നമ്മളോട് പറഞ്ഞത്, ബൈബിളിന്റെ ആ വലിയ പശ്ചാത്തലത്തിൽ നമ്മളോട് കർത്താവ് പറയുന്നത് മോഹിക്കരുതെന്നല്ല. കർത്താവ് പറഞ്ഞത് മോഹിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. മോഹിക്കേണ്ടത് മോഹിക്കാനാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത്. എത്ര മോഹിച്ചിട്ടും കാര്യമില്ലാത്ത ഒരു ലോകം, ഒരുപാട് മോഹപ്രലോഭനങ്ങളുമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ വശീകരിക്കപ്പെടരുത്. ആ മോഹങ്ങളൊന്നും ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. അത് തൃപ്തിപ്പെടുത്താനായിട്ട് നമ്മളെ കൊണ്ട് കഴിയുകയും ഇല്ല. ജഡമോഹവും കൺമോഹവും ജീവനമോഹങ്ങളും ഒന്നും ഇതൊക്കെ പിതാവിൽ നിന്നല്ല, അത് ലോകത്തിൽ നിന്നുള്ളതാണ്. എന്നാൽ മോഹിക്കേണ്ട, ആഗ്രഹിക്കേണ്ട, തീവ്രമായി അപേക്ഷിക്കേണ്ട ഒരു ലോകം നമുക്ക് മുമ്പിലുണ്ട്. അത് നമുക്ക് മോഹിക്കാം. അത് ദൈവമാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യമാണ്, സ്വർഗമാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മാംസവും എൻ്റെ ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയും ആകും. ദൈവത്തിൻ്റെ കൃപ മോഹിക്കേണ്ടതിനെ മോഹിക്കാൻ, ആഗ്രഹിക്കേണ്ടതിനെ ആഗ്രഹിക്കാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ആഗ്രഹം തീവ്രമായ അഭിലാഷമായിട്ട് നമുക്ക് കാത്തു സൂക്ഷിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്ദി ബ്രദറെ. ഞങ്ങൾ നമ്മളെ കേൾപ്പിച്ച ദൈവദിനത്തിലെ ആഴമായ ചിന്തകൾക്കായിട്ട് പ്രത്യേകമായിരിക്കുന്ന നന്ദി അറിയിക്കുന്നു. മോഹിക്കരുത് എന്ന കൽപ്പനയുടെ ആഴങ്ങളെ നാം മനസ്സിലാക്കുകയായിരുന്നു. മോഹിക്കുക എന്നത് അതിൽ തന്നെ പാപമല്ല എന്നുള്ള വസ്തുത എന്ന സത്യം നാം കേട്ടു. ദുർമോഹമാണ് പാപമായിട്ട് ഉള്ളത്, പാപമായി തീരുന്നത് എന്ന് നാം കണ്ടു.
മോഹം വളർന്നിട്ട് പാപത്തെ പ്രസവിക്കുന്നു എന്നാണല്ലോ. വാസ്തവത്തിലെ മോഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് പാപങ്ങളുടെ അമ്മയാണ് എന്ന് നമ്മൾ കേൾക്കുകയായിരുന്നു. എത്രമാത്രം അത് നമ്മുടെ ജീവിതത്തെ മലിനമാക്കുകയും എല്ലാ പാപത്തിലേക്കും നമ്മെ വഴി നടത്തുകയും ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം അതിലൂടെ കാണുകയായിരുന്നു. നാം ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, 10 കൽപ്പനകളിലെ മോഹിക്കരുത് എന്നുള്ള കൽപ്പന ഒരുപക്ഷെ മറ്റുള്ളവയെ അപേക്ഷിച്ച് താരതമ്യേന കടുപ്പം കുറഞ്ഞതാണ് എന്ന് നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കാറുണ്ട്. എന്നാൽ നാം ഇന്ന് കേട്ടതിൽ നിന്ന്, പഠിച്ചതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. 10 കൽപ്പനയിലെ 9 കൽപ്പനയും ലംഘിക്കുവാനായിട്ട് മൂലകാരണമായി നമ്മുടെ ദുർമോഹമാണ് കാരണമായിരിക്കുന്നത് എന്ന വസ്തുത നാം കേട്ടു. ദുർമോഹത്തിൽ നിന്ന് ഓടിയകലേണ്ടത് എത്രയോ ആവശ്യമാണ്. അതിനായിട്ട് ഒരു നല്ല ഹൃദയം നമുക്കുണ്ടാകുകയെന്നുള്ളതാണ് ആവശ്യമെന്ന് ഇന്ന് നാം ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു. ഒരു നല്ല ഹൃദയം എന്നുള്ളത് ദൈവവചനം നിറഞ്ഞ ഹൃദയമാണ്. ദൈവവചനത്തെ നാം ഹൃദയത്തിൽ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രം നമുക്ക് സമ്പാദിക്കുവാൻ കഴിയുന്ന ഒന്നാണ് നല്ല ഹൃദയം എന്നുള്ളത് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ സംതൃപ്തമായ ഒരു ഹൃദയം നമുക്ക് ആവശ്യമാണ്. എന്നാൽ ആ സംതൃപ്തി എന്നുള്ളത് തരുവാൻ കഴിയുന്ന ദൈവം അവനൊരുവൻ മാത്രം. ആ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് പൂർണ്ണമായി സ്വീകരിച്ച് അവൻ നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കുമ്പോഴാണ് ഈ സംതൃപ്തി നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നതും നാം യഥാർത്ഥ സംതൃപ്തി ഉള്ളവരായി തീരുന്നതും എന്ന് നാം കണ്ടു. വാസ്തവത്തിൽ ഇത്ര അപകടകരമായിരിക്കുന്ന ദുർമോഹമെന്ന നമ്മുടെ പാപത്തെ നീക്കിക്കളഞ്ഞ് നമ്മുടെ ഹൃദയം സന്തോഷമുള്ളതും സംതൃപ്തമുള്ളതുമായിട്ട്, നന്മ നിറഞ്ഞ ഹൃദയമുള്ളതായിട്ട് തീരുവാൻ തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ ഈ ചിന്തയും വളരെയേറെ പ്രയോജനപ്പെട്ട ഒന്നായിട്ടിരിക്കുന്നു. ഈ വലിയ ചിന്തകൾ, ഈ വളരെ നല്ല ചിന്തകൾ നമുക്ക് പകർന്നു തന്ന സവറിനോടുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്.